ഹലോ, ഇന്നത്തെ വീഡിയോ ബിസിനസ്സിലേക്ക് വരാനിരിക്കുന്നവരും നിലവിലുള്ളവരും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോയാണ്. എനിക്ക് തോന്നാനുള്ള മലയാളത്തിൽ ഈ വിഷയത്തെ പറ്റി ഇത്രയും കോംപ്രഹെൻസീവായിട്ട് ആരെങ്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. വിഷയം വേറെ ഒന്നുമല്ല, വില കുറച്ച് വിൽക്കുന്നവരെ പറ്റിയിട്ടാണ്. അതായത് കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി, സെയിൽ കൂട്ടാൻ വേണ്ടി വില കുറച്ച് വിറ്റ് ലാഭം ഉണ്ടാക്കാൻ നോക്കുന്ന ആളുകളെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അവരുടെ നാശം വളരെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. കാരണങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ ഒരേ ഒരു സ്ട്രാറ്റജി, മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ ഒരേ ഒരു സ്ട്രാറ്റജി വിലക്കുറവ് കാണിച്ച് കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യാം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ആ പ്രൊഡക്റ്റ് വിറ്റുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഈ പണി ചെയ്യാം, അവർക്കും വില കുറയ്ക്കാം. നിങ്ങൾക്ക് അതിലൊരു കൺട്രോളും ഇല്ല. അത് അവരുടെ കയ്യിലാണ് ആ കൺട്രോൾ ഉള്ളത്. അവരും വില കുറച്ചാലോ എന്ത് ചെയ്യും? നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. മൂന്നാമതൊരാളും ഇതിലേക്ക് എൻട്രി ചെയ്യൂല എന്ന് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ ഉപയോഗിച്ച ഇതേ മണ്ടൻ സ്ട്രാറ്റജി തന്നെ മൂന്നാമതൊരാളും ചെയ്യൂല എന്ന് നമുക്ക് പറയാൻ പറ്റും? അവൻ്റെയും പ്രൈസ് നിങ്ങളുടെ കൺട്രോളിലല്ല. നിലവിൽ 7 രൂപക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു സാധനം നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങളത് 6 രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങി. നിലവിൽ സെല്ല് ചെയ്യുന്നവർക്ക് അത് 6ലേക്ക് അവർക്ക് ആ പ്രൈസ് മാച്ച് ചെയ്യുക, അല്ലെങ്കിൽ 5ന് വിൽക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഒരാൾ പുറത്തു നിന്ന് ഇതെല്ലാം വീക്ഷിക്കുന്ന ഒരാൾക്കും ആ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഇതാണ് മെയിൻ പ്രശ്നം. ഈ വില കുറച്ച് വിൽക്കുന്ന ആളുകളുടെ ഒരു വില കുറച്ച് വിറ്റ് കാശുണ്ടാക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളുടെ ചിന്ത പോകണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ മാർക്കറ്റിലേക്ക് ഇറങ്ങിയ ഒരു പ്രൈസ് ഇട്ട് കഴിഞ്ഞാൽ ആ പ്രൈസ് ആയിരിക്കും പിന്നെ ഫിക്സഡ് പ്രൈസ് എന്നാണ്. ഒരിക്കലുമല്ല. നിലവിൽ വിറ്റുകൊണ്ടിരിക്കുന്നവർക്കും വില കുറയ്ക്കാൻ സാധിക്കും. കാരണം അതൊന്നും നിങ്ങളുടെ കൺട്രോളല്ല, അവരുടെ കൺട്രോളിലാണ് അവരുടെ പ്രൈസ്. മൂന്നാമതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും അതിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നൊരു പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് വന്നത് ഈ പ്രൈസ് കണ്ട് അട്രാക്റ്റഡ് ആയിട്ടാണെങ്കിൽ, ഏത് നിമിഷമാണോ നിങ്ങളെക്കാൾ വില കുറച്ച് വേറൊരാൾ വിൽക്കാൻ പോണത് അല്ലെങ്കിൽ വിൽക്കാൻ തുടങ്ങുന്നത്, ആ സമയത്ത് ആ കസ്റ്റമർ നിങ്ങളെ ഉപേക്ഷിച്ച് ആ ആളുടെ അടുത്തേക്ക് പോകും. ഇല്ലേ? തീർച്ചയായിട്ടും പോകും. കാരണം വിലക്കുറവ് മാത്രമാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണ ആകെ ഒരു വാല്യൂ. അപ്പോൾ പിന്നെ കസ്റ്റമർ എന്തിനും നിങ്ങളുടെ അടുത്ത് നിൽക്കണം? അതിലും വിലക്കുറവ് കണ്ടു കഴിഞ്ഞാൽ കസ്റ്റമർ പോകൂലേ? അതേസമയം നിങ്ങൾ നല്ല രീതിയിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്ത് ക്വാളിറ്റി പ്രൊഡക്റ്റാണ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ, ക്വാളിറ്റിയിലും മറ്റ് കാര്യങ്ങളിലൊക്കെയാണ് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ഫോക്കസ് എങ്കിൽ, ഒരു കസ്റ്റമർ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ഒരു തവണ വാങ്ങിച്ചു, അവർക്കത് ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങൾ സ്വാഭാവികമായിട്ടും മാന്യമായിട്ട് ലാഭം എടുക്കുന്നത് കൊണ്ട് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. കസ്റ്റമർക്ക് അത് ഇഷ്ടമായി. അടുത്ത ഒരാൾ ഈ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യണം, നിങ്ങളെക്കാൾ വിലക്കുറവാണ്. പക്ഷേ നിങ്ങൾ കൊടുത്ത പോലെ ക്വാളിറ്റി അവൻ കൊടുക്കുമെന്ന് അറിയണമെങ്കിൽ അവൻ്റെ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് ഒരു കസ്റ്റമർക്ക് അത് മനസ്സിലാവുള്ളൂ. ഏതിനാണ് ക്വാളിറ്റി കൂടുതൽ എന്നുള്ളത്. രണ്ടും കയ്യിലെടുത്ത് കമ്പയർ ചെയ്യണം, യൂസ് ചെയ്ത് കമ്പയർ ചെയ്ത് നോക്കണം. നിങ്ങൾ സ്വാഭാവികമായിട്ട് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഒരു കസ്റ്റമർ നിങ്ങളെ വിട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. നിങ്ങളുടെ ലാഭവും നിങ്ങൾക്ക് മാന്യമായിട്ടുള്ളത് കിട്ടും, കസ്റ്റമർ നിങ്ങളെ വിട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. അതേസമയം പ്രൈസ് മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ കസ്റ്റമർക്ക് അത് വാങ്ങി നോക്കേണ്ട കാര്യമില്ല. രണ്ടും സെയിം സാധനമാണ്. ഏറ്റവും വിലക്കുറവ് ഏതാണ് ചുമ്മാ കമ്പയർ ചെയ്താൽ ഈ പ്രൈസ് കമ്പയർ ചെയ്യാൻ ഈസിയാണ്. സമയവും നഷ്ടമില്ല, പണവും നഷ്ടമില്ല. കസ്റ്റമർ ഏറ്റവും വിലക്കുറവ് ഏതാണോ അതിലേക്ക് പോകും. ഇതാണ് വില കുറച്ച് വിറ്റാലുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇതാണ് എൻ്റെ ഒരു അനുഭവത്തിലുള്ള ഒരു കാര്യമാണ്. അതായത് ഞാൻ വിറ്റൊരു പ്രൊഡക്റ്റിൽ ഞാൻ വരുത്തിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ഞാൻ ബ്ലൂടൂത്ത് സ്പീക്കറാണ് വിറ്റത്. 350 രൂപയ്ക്ക് എനിക്ക് കിട്ടിയ ബ്ലൂടൂത്ത് സ്പീക്കർ വില കുറച്ച് വിറ്റ്, ഓൺലൈനിലാണ് സംഭവം നടക്കുന്നത്, വില കുറച്ച് വിറ്റ് ഒരു 400-നൊക്കെ വിറ്റ് ലാഭം എടുക്കാം. അപ്പോൾ പ്രൈസ് കണ്ട് ഇവർ അട്രാക്റ്റഡ് ആവുമല്ലോ, ഒരുപാട് സെയിൽ വരും എന്ന് കരുതി ഞാൻ വില കുറച്ച് വിൽക്കാൻ തീരുമാനിച്ചു. 350 രൂപയുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഞാൻ വിറ്റത് 400 രൂപക്കാണ്. അപ്പോൾ എൻ്റെ ലാഭം 50 രൂപ. ഞാൻ ഉദാഹരണം പറയണതാണ്, യഥാർത്ഥ പ്രൈസ് ഇതൊന്നുമല്ല, ഉദാഹരണത്തിലൂടെ പറയണതാണ്. ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക്. 350ൻ്റെ സാധനം ഞാൻ 400-ന് വിറ്റു, എനിക്ക് 50 രൂപ ലാഭം കിട്ടി. ഇവിടെ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ലാഭം വളരെ ടൈനി പ്രോഫിറ്റാണ്, എൻ്റെ നാരോ മാർജിനാണ് എൻ്റെ. ഇവിടെ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ 350 രൂപയുടെ ലോസാണ് എനിക്ക് ഉണ്ടാവുക. കാരണം ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 350 രൂപയാണ്. ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ എത്ര സെയിൽ ജനറേറ്റ് ചെയ്താലാണ് എനിക്ക് ഈ നഷ്ടം നികത്താൻ പറ്റുക? ആ ചോദ്യം എല്ലാവരും ചോദിക്കേണ്ടതാണ്.
ഒരു യൂണിറ്റിലെ ലോസ് എനിക്ക് നികത്തണമെങ്കിൽ എത്ര സെയിൽ ജനറേറ്റ് ചെയ്യണം? ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഉദാഹരണം തന്നെ എടുത്തു കഴിഞ്ഞാൽ 350 രൂപ നഷ്ടം വരുമ്പോൾ, അതായത് ഒരു സെയിലിൽ 350 രൂപ, ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ വില അതാണല്ലോ, 350 രൂപ നഷ്ടമാവാൻ നേരത്ത് 50 രൂപയാണല്ലോ എൻ്റെ പ്രോഫിറ്റ്. 400 രൂപക്കാണ് ഞാൻ വിൽക്കുന്നത്. അങ്ങനെ എത്ര 50 രൂപ പ്രോഫിറ്റ് കിട്ടിയാലാണ് എനിക്ക് ഒരു യൂണിറ്റിൻ്റെ നഷ്ടം നികത്താൻ പറ്റുക? 7 സെയിൽ ജനറേറ്റ് ചെയ്യണം എനിക്ക് ഒരു നഷ്ടം നികത്താനായിട്ട്. അതേസമയം എനിക്ക് 2 യൂണിറ്റ് നഷ്ടമായാലോ 14 സെയിൽ ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. 3 ലോസ് എനിക്ക് സംഭവിച്ചാലോ 21 സെയിൽ ജനറേറ്റ് ചെയ്താലാണ് എനിക്ക് 3 യൂണിറ്റിൻ്റെ നഷ്ടം നികത്താനായിട്ട് സാധിക്കുക. ഇതിങ്ങനെ കൂടുന്തോറും നിങ്ങളുടെ സെയിൽ ജനറേഷൻ്റെ നമ്പറും കൂടി വരും. സെയിൽ ജനറേറ്റ് ചെയ്യാനുള്ള പാട് നിങ്ങൾക്കറിയാലോ. അപ്പോൾ നാരോ മാർജിൻ എടുത്താനുള്ള മറ്റൊരു പ്രശ്നം ഇതാണ്. നരകത്തിലേക്കുള്ള ഒരു എളുപ്പ വഴിയാണ് വില കുറച്ച് വിൽക്കുക എന്നുള്ളത്. മണ്ടൻ സ്ട്രാറ്റജിയാണ്. അത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇനി അടുത്തത്, പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നഷ്ടം എന്ന് പറയാൻ നേരത്ത് പണം മാത്രമല്ല അവിടെ നഷ്ടമാണത്, സമയം അവിടെ നഷ്ടം വരുന്നുണ്ട്. ആദ്യം നിങ്ങൾ വിൽക്കാനെടുത്ത സമയം അതവിടെ നഷ്ടമായി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വീഡിയോ വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. നിങ്ങൾ ഫുള്ള് കേൾക്കാം. സമയം നിങ്ങൾക്ക് അവിടെ നഷ്ടമായി, അതുപോലെ തന്നെ നിങ്ങളുടെ എഫേർട്ട്, അധ്വാനം അവിടെ നഷ്ടമാണ്. ഏതെല്ലാം ടൈമാണ് നിങ്ങളുടെ അവിടെ നഷ്ടമായത്? 350 രൂപക്ക് ഒരു തവണ വിൽക്കാൻ ഉപയോഗിച്ച സമയം അതവിടെ നഷ്ടമായി. ഈ നഷ്ടം നികത്താൻ വേണ്ടി 7 സെയിൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യണ്ടല്ലോ. കാരണം ഒരു യൂണിറ്റിലെ നഷ്ടം നികത്താൻ 7 സെയിൽ ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. 50 രൂപ ലാഭമാണ് ഞാൻ എടുക്കണുള്ളൂ ആകെ. അപ്പോൾ ആ ടൈം അവിടെ നഷ്ടമാകണം. അപ്പോൾ സമയവും അധ്വാനവും നഷ്ടമാകണം. കഴിഞ്ഞിട്ടില്ല. വേറൊരു സംഗതിയും കൂടിയും കൂട്ടത്തിൽ നഷ്ടമാവുന്നുണ്ട്, റെപ്യൂട്ടേഷൻ. നിങ്ങൾ നല്ലൊരു ബ്രാൻഡാണെങ്കിൽ നിങ്ങളുടെ റെപ്യൂട്ടേഷനും അവിടെ നഷ്ടമായി. കാരണം നിങ്ങൾ ഈ ചവറ് സാധനമാണ് കൊടുക്കുന്നത് കസ്റ്റമേഴ്സിന്. അപ്പോൾ ഡേ 1 മുതൽ നിങ്ങളുടെ റെപ്യൂട്ടേഷനും അവിടെ നഷ്ടം വരികയാണ്. ഇനി അടുത്തത്, ഇനി മാർക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടൈം അതുപോലെ തന്നെ പണം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം. മാർക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കിലാണ് നിങ്ങൾ പരസ്യം കൊടുക്കണമെങ്കിൽ 10 പേരെ കാണിക്കാൻ ഫേസ്ബുക്ക് നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നത് 50 രൂപയാണെന്ന് വിചാരിക്കുക. 10 പേരെ പരസ്യം കാണിക്കാൻ ഫേസ്ബുക്ക് നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നത് 50 രൂപ. 10 പേര് പരസ്യം കണ്ടതുകൊണ്ട് 10 പേര് വാങ്ങണമെന്നില്ല. ഒരാളൊക്കെയാണ് ചിലപ്പോൾ വാങ്ങിക്കുള്ളൂ. അപ്പോൾ 10 പേരെ പരസ്യം ഫേസ്ബുക്ക് കാണിച്ചു, ഫേസ്ബുക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് 50 രൂപ വാങ്ങിച്ചു. ഒരു സെയിൽ നിങ്ങൾക്ക് കിട്ടി. ഒരു സെയിലിൽ നിന്നുള്ള നിങ്ങളുടെ ലാഭം എത്രയാണ്? 350ൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കർ 400 വിൽക്കുമ്പോൾ 50 രൂപയാണ് ലാഭം. അപ്പോൾ ആ കിട്ടിയ ലാഭം മൊത്തം ഫേസ്ബുക്ക് കൊണ്ടുപോയി. എന്നാൽ അതേസമയം നിങ്ങൾ അവിടെ ഒരു മാന്യമായിട്ടുള്ള 150 രൂപയുടെ ലാഭമാണ് എടുത്തതെന്ന് വിചാരിക്കുക. എല്ലാം ഉദാഹരണങ്ങളാണ്. ഇത് ഇതേപോലെ തന്നെ ചെയ്യണമെന്നല്ല, ഉദാഹരണങ്ങളാണ്. 150 രൂപയുടെ ലാഭം എടുക്കാൻ നേരത്ത് ഈവൻ 50 രൂപ ഫേസ്ബുക്കിന് കൊടുത്താലും 100 രൂപ നിങ്ങളുടെ പോക്കറ്റിലിരിക്കും. അതാണ് ഈ മാന്യമായിട്ട് ലാഭം എടുത്താനുള്ള ഗുണം. പ്രൈസ് കുറച്ച് വിൽക്കുന്നതിൻ്റെ മെയിൻ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം വെട്ടി മരിക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷുകാർ പറയുന്ന പോലെ റൈസ് ടു ദി ബോട്ടം എന്ന് പറയും. അതായത് ടോപ്പിലേക്കുള്ള മത്സരമല്ല അത്, ഈ പ്രൈസിൻ്റെ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഡൗൺ സൈഡിലായിട്ടുള്ള മത്സരമാണ്. ഇവിടെ ഈ വിഷയത്തിൽ ഈ മൾട്ടിനാഷണൽ കമ്പനികളെ ഒരിക്കലും നമുക്ക് മാതൃകയാക്കാൻ പറ്റില്ല. പലരും ചിലപ്പോൾ ചോദിച്ചേക്കാം, ആമസോൺ, വാൾമാർട്ട്, ജിയോ പോലുള്ള ഇതൊക്കെ ഇത് ചെയ്യുന്നുണ്ടല്ലോ. ബിഗ് കോർപ്പറേഷനുകൾ ഓൾറെഡി അവർക്കെല്ലാം മറ്റ് എൻറ്റിറ്റികളുണ്ട്. ഇപ്പോൾ ജിയോക്കാണെങ്കിൽ ഇപ്പോൾ ജിയോയുടെ സിമ്മ് വന്ന സമയത്താണെങ്കിലും റിലയൻസ് ഇൻഡസ്ട്രീസിന് ഒരുപാട് വേറെ കമ്പനികളും ഒരുപാട് വരുമാനമുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളം ലോസിൽ റൺ ചെയ്യാനായിട്ട് പറ്റും. ഒരു സിംഗിൾ ബ്രാൻഡ് ഓണറെ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ബ്രാൻഡ് ഓണറെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളെ മാതൃകയാക്കാൻ പറ്റില്ല. ചിലതൊക്കെ അവരിൽ നിന്ന് പഠിക്കാമെന്നല്ലാതെ എല്ലാം അപ്പാടെ കോപ്പി ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ലോ പ്രൈസിൽ വിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റേ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് കംപ്ലയിൻറ്റ്സ് വരാൻ തുടങ്ങും. കസ്റ്റമർ ഒരിക്കലും ഇത് ഇത്ര രൂപയല്ലേ ഞാൻ മുടക്കിയോളൂ, അതിനുള്ളതല്ലേ ഇത് ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിക്കില്ല. ഇപ്പം 400 രൂപയുടെ ബ്ലൂടൂത്ത് സ്പീക്കറിന് 1500 ക്വാളിറ്റി ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ഇവിടെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറുടെ മനസ്സിലേക്ക് ചിന്ത പോകണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 400 രൂപ നഷ്ടമായല്ലോ എന്നുള്ള ചിന്ത മാത്രമേ പോകുള്ളൂ.
ഇപ്പോൾ JBL സ്പീക്കറിൻ്റെ ക്വാളിറ്റി എന്തായാലും 400 രൂപയുടെ ഉണ്ടാവില്ല, എനിക്കിതുകൊണ്ട് അങ്ങ് തൃപ്തിപ്പെടാം എന്ന് കസ്റ്റമർ വിചാരിക്കില്ല. അധിക കസ്റ്റമേഴ്സും വിചാരിക്കില്ല. അവർ തീർച്ചയായിട്ടും കംപ്ലൈൻറ്റ് ചെയ്യും, അവർ റീഫണ്ട് ചോദിക്കും, കസ്റ്റമർ സർവീസ് അവർക്ക് കൊടുക്കാൻ പറയും, അവർ ചിലപ്പോൾ കോൾ ചെയ്യും, അതിന് നിങ്ങൾ റെപ്രസെൻറ്റേറ്റീവിനെ ഹയർ ചെയ്യേണ്ടതായിട്ട് വരും. ഇതിനെല്ലാം പണം വേണം. ഈ നാരോ മാർജിനിൽ, ഈ ചെറിയ മാർജിനിൽ കിടന്ന് കളിക്കുന്ന ആളുകൾക്ക് ഇതിനൊന്നും പണം ഉണ്ടാവില്ല. വലിയ സർവീസ് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ തുടങ്ങുക. ലാസ്റ്റ് കസ്റ്റമറോട്ട് സർവ് ചെയ്യാനും പറ്റൂല, നിങ്ങൾക്കും വളരാൻ പറ്റാത്തൊരവസ്ഥയാവും. ബ്രാൻഡാണെങ്കിൽ ചെറിയ ഇതേപോലെ വില കുറച്ച് വിൽക്കലാണ് നിങ്ങളുടെ സ്ട്രാറ്റജി, മെയിൻ സ്ട്രാറ്റജി ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും വളരാൻ പറ്റാത്തൊരു ബ്രാൻഡായിട്ട് മാറും. ഇതാണ് ഇവിടുത്തെ മറ്റൊരു പ്രശ്നം. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന ടൈമിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. നല്ല പാക്കേജിങ്, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ്, പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ, ആ പ്രൊഡക്റ്റിൻ്റെ സ്മെല്ല്, അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷനാലിറ്റി, ഫുഡൊക്കെ ആണെങ്കിൽ ടേസ്റ്റ്, ഇതിലൊക്കെ ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക. ഈ പ്രൈസിൽ കിടന്ന് യുദ്ധം ചെയ്ത് മരിക്കാതെ ഇതേപോലെ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുക. ഇതാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലുള്ള ബിസിനസ് കണ്ടൻസുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.